തിരുവനന്തപുരം പാലോടിലെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുലേഖ ശശികുമാർ നമ്മളോടൊപ്പം ചേർന്ന്. സുലേഖ, ഇപ്പോൾ ഈ ഒരു കേസിന്റെ അന്വേഷണം ഡിവൈഎസ്പി ഏറ്റെടുത്തു എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ദൂരി, എന്തായാലും 2 ദിവസത്തെ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ നവവധുവിന്റെ ഭർത്താവ് അഭിജിത്ത്, അതിനൊപ്പം തന്നെ അഭിജിത്തിന്റെ സുഹൃത്ത് അജാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഭിജിത്തിനെതിരെ ഭർത്തപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളും ഈ അജാസിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അഭിജിത്തിന്റെ അമ്മൂമ്മ ഒരു പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ പെൺകുട്ടി വീടിന് മുകളിലേക്ക് പോവുകയും അതിനുശേഷമാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നത് അഭിജിത്തിന്റെ അമ്മൂമ്മയുടെ ഒരു മൊഴി ഉണ്ടായിരുന്നു. ഇതിൽ ഈ ഒരു മൊഴിയിലാണ് പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇപ്പോൾ അതിന്റെ ഈ ഒരു അന്വേഷണത്തിന്റെ അവസാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് നടത്തിയ അന്വേഷണം അത് തന്നെയാണ് ഈ സംഭവത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവാണ് ഇത്തരത്തിൽ ഗൂഢാലോചനയുണ്ട്, ഇതിൽ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം പോലീസിനെ അറിയിച്ചത്. അതിന്മേലാണ് പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ ഭർത്ത വീട്ടിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അഭിജിത്തിനെയും അജാസിനെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ അഭിജിത്തും അജാസും ഈ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടാക്കട ഡിവൈഎസ്പി ആണ് ഈ അന്വേഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അഭിജിത്തിനെ 1-ാം പ്രതിയായും അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെ 2-ാം പ്രതിയുമായിട്ടാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. സിന്ദൂരി.